So what is your plan? My plan or my desire is to become a civil servant in the near Good. future. Or So if I were to, you can. Hope you can. I hope so too. So you have to study well. Of course. So you had to show some patience also. Of course. Yeah. I mean, patience is the key to success, right? Yeah. So, Patience is the key to success. that's what I wish to pursue, being patient and just being much more resistant towards things that might make me give up and stuff like that. I would fight against the odds. Yeah, you That's are what a I wish to fighter. do. You are a fighter. And I wish So to you continue. had a to do. DNA of fighting DNA. So you will success. I believe so. I hope that I can succeed. Yeah. Okay, all the best. Thank you so much, sir. Okay. It was a pleasure meeting. Thank you. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ ഹാളിൽ സംഘടിപ്പിച്ച മാതൃകാ വനിതാ നിയമസഭയുടെ ഉദ്ഘാടനത്തിയ മന്ത്രി ആർ ബിന്ദുവും സ്പീക്കർ എൻ ഷംസീറും കാഴ്ച വെല്ലുവിളി നേരിടുന്ന തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഫാത്തിമ അൻഷിയുമായി സൗഹൃദ സംഭാഷണം നടത്തുന്ന ചിത്രം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സമ്പൂർണ്ണ വനിതാ പ്രാതിനിധ്യവുമായി നിയമസഭ എല്ലാ മണ്ഡലങ്ങളിലെ പ്രതിനിധാനം ചെയ്തതും വനിതകളുടെ വിഷയങ്ങളെ കുറിച്ചുള്ള സജീവ ചർച്ചകൾ. നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ കോളേജ് വിദ്യാർത്ഥിനികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച മാതൃകാ നിയമസഭയാണ് സമ്പൂർണ്ണ വനിതാ പ്രാതിനിധ്യം കൊണ്ട് ശ്രദ്ധേയമായത്. സെക്രട്ടേറിയറ്റിലെ പഴയ അസംബ്ലി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള 155 വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു. മാർ ഇവാനിയോസ് കോളേജിലെ സ്നേഹ പോൾ സ്പീക്കറായും കുളത്തൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ AV ആദിത്യ മുഖ്യമന്ത്രിയായും പാറശാല CSI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ സ്റ്റഡീസിലെ ഭാഗ്യ P സതീഷ് പ്രതിപക്ഷ നേതാവായും തിളങ്ങി. വചൻ വാർഡായും നിയമസഭാ ജീവനക്കാരുമായെല്ലാം കോളേജ് വിദ്യാർത്ഥിനികൾ തന്നെ പങ്കെടുത്തു. മന്ത്രി ആർ ബിന്ദു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര പരിഷ്കാരണത്തിന്റെ ഭാഗമായി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെൻഡർ ഇക്വാളിറ്റി ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കാലടി സർവകലാശാല കേന്ദ്രീകരിച്ചാണ് മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കുന്നത്. അടുത്ത വർഷം ഇതിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ കലാലയങ്ങളിലും ജെൻഡർ പാർലമെന്റുകൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. മുഴുവൻ അംഗങ്ങളും സ്ത്രീകളായിട്ടുള്ള ഈ മോഡൽ അസംബ്ലി തികച്ചും മാതൃകാപരമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന സ്പീക്കർ എൻ ഷംസീർ വെളിപ്പെടുത്തി.